ക്ഷമിക്കണം നീ, എങ്കിലേ എൻ പിതാവും ക്ഷമിക്കൂ നിൻ അപരാധങ്ങൾ. ക്ഷമിക്കാതെ നിൻ പ്രാർത്ഥനയൊന്നുമേ ശ്രവിക്കില്ല, സാധിക്കില്ലേശ്വരൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, സങ്കീർത്തനം 41:10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്ന് പറയുന്നുണ്ട്, ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. അടുത്ത വചനം പറയാ, എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം ദൈവമക്കളെ? ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കി തരുന്ന ദൈവം, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം. ഹല്ലേലൂയ. ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ നീ അവന് തിന്മാൻ കൊടുക്കാന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ വലിയ കാര്യങ്ങളാണ് പഠിപ്പിച്ചതും ചെയ്യിപ്പിച്ചതുമെല്ലാം. സ്തോത്രം. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്, എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ അച്ചാച്ചൻ ഞങ്ങൾക്കൊന്ന് നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. ശത്രുവാണ് വീട്ടിൽ കയറി വരുന്നതെങ്കിലും അവരോട് ഇരിക്കാൻ പറയാൻ, അവർക്ക് കുടിക്കാൻ വെള്ളം എടുക്കട്ടെ എന്ന് പറയാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം മക്കളെ എന്ന് ഞങ്ങളെ 4 പേരും വിളിച്ച് പറയുമായിരുന്നു. ശത്രുക്കളൊന്നും നമുക്കന്ന് കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്നാൽ പോലും ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കർത്താവിനെ അറിയും മുമ്പേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ലഭിച്ചിരുന്നോ എന്ന് ഞാൻ ഓർത്തുപോയി. നമ്മുടെ വീട്ടിൽ നിന്ന് ആരും കരഞ്ഞിറങ്ങിപ്പോകാൻ ഇടയാകരുത്. ആരാണെങ്കിലും കരഞ്ഞു വേദനിക്കുന്ന അവസ്ഥയിൽ പോകരുത്. ഒരു ശത്രുവാണ് കയറി വരുന്നതെങ്കിലും ഇരിക്കാൻ പറയാനൊരു മനസ്സുണ്ടായിരിക്കണം. കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുന്നൊരു മനസ്സുണ്ടായിരിക്കണം മക്കളെന്ന് അച്ചാച്ചനും അമ്മച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലൂടെ കടന്നു വന്നപ്പോഴാണ് അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ആ നല്ല വാക്കിൻ്റെ പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത്, എനിക്ക് മനസ്സിലായത്. സ്തോത്രം. വീട്ടിൽ കയറി വരുന്നവരെ ആരെയും കരയിച്ച് വിടരുത്, കരഞ്ഞു പോകാൻ ഇടയാകല്ലെന്ന് ഒത്തിരി നല്ല അറിവായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അപ്പനും അമ്മയ്ക്കും. അത്രത്തോളം ആയിട്ടില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഈ കർത്താവിന് വേണ്ടിയിട്ട് നല്ലൊരു സാക്ഷിയായി തീരുവാൻ അപ്പനും അമ്മയും ബാല്യത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. സ്തോത്രം. നല്ല ഗുണദോഷങ്ങൾ പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ആ കാര്യം ഒന്ന് ഓർത്തു പോയതാ. ദൈവമക്കളെ, ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇത് പറയുമ്പോഴും ഒരു കാര്യം കൂടെ, കൊലപാതകമൊക്കെ കൂടുതലായി വരുന്നൊരു സമയമാണിത്. വാക്കുതർക്കം ഉണ്ടാകാതിരിക്കാൻ, കലഹം ഉണ്ടാകാതിരിക്കാൻ ക്ഷമിക്കാനുള്ള മനസ്സ് ഭവനങ്ങളിലും പിന്നെ എല്ലായിടങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവമക്കളെ, വീതികളിലും നിലവിളി ഉയരുന്നൊരു സമയമാണിതെല്ലാം ഇനി വരുന്നത്. എല്ലാവർക്കും ക്ഷമിക്കാനും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. ദൈവമക്കളെ, ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാൻ പഠിപ്പിച്ചു. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം നമ്മളെ കാണിച്ചു തന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തിനാ ദൈവമക്കളെ പ്രശ്നത്തിനും പ്രതികാരം വീട്ടാനും ഒക്കെ പോകുന്നത്? അതൊക്കെ കർത്താവിന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അല്ലാതെ സഹിക്കാൻ പറ്റാതെ വന്നാൽ മുഴങ്കാലും മടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാനില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, വചനമൊക്കെയും അനുസരിക്കുവാൻ ദൈവം കൃപ നൽകണമേ. ഇത് ഗ്രഹിക്കുവാനുള്ള മനസ്സും മാത്രമല്ലപ്പാ, അത് അനുസരിപ്പാനുള്ള കൃപയും അടിയങ്ങൾക്ക് ധാരാളമായി പകർന്നു തന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുള്ള മനസ്സ് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം.